morning, all of you. Welcome to third volume video of physiotherapy course. Today we are going to discuss about the passive movement. ആക്റ്റീവ് മൂവ്മെൻറ്റിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതായത് ഒരു ക്ലയൻറ്റ് സ്വന്തമായിട്ട് ചെയ്യുന്ന എക്സസൈസിനാണ് നമ്മൾ ആക്റ്റീവ് എക്സസൈസ് എന്ന് പറയുന്നത്. എന്നാൽ പാസീവ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാസീവ് എക്സസൈസ് എന്ന് പറയുന്നത് ഒരു ക്ലയൻറ്റിന് മറ്റൊരാൾ അയാളുടെ എഫേർട്ടിൽ ചെയ്തു കൊടുക്കുന്ന മൂവ്മെൻറ്റ്സിനെയാണ് നമ്മൾ പാസീവ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. We can define the passive movement that are produced by an external force during muscular inactivity or when range of motion is reduced for any cause. The exercise is carried out either by a therapist or a machine. Indications of passive movement. In acute inflamed tissues where active movement is painful. നമ്മുടെ ആക്റ്റീവ് മൂവ്മെൻറ്റ് പെയിൻഫുൾ ആകുന്ന സമയത്ത് വല്ല ഇൻഫ്ലമേഷനോ കാര്യങ്ങളോ വന്നിട്ട് പെയിൻഫുൾ ആകുന്ന സമയത്ത് നമുക്ക് പാസീവ് മൂവ്മെൻറ്റിനെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കോമയിൽ കിടക്കുന്ന ആളുകൾക്ക്, അതുപോലെ തന്നെ ഒരു ഭാഗം കുഴഞ്ഞു പോയ പാരലൈസിസ് ആയിട്ടുള്ള ആളുകൾക്ക്, കംപ്ലീറ്റ് ആയിട്ട് ബെഡ് ആശ്രയിച്ച് കഴിയുന്ന ആളുകൾക്ക്, കിടപ്പിലായി പോയ ആളുകൾക്കൊക്കെ നമുക്ക് പാസീവ് മൂവ്മെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് ട്രീറ്റ് ചെയ്യാം. മെയിൻ ഗോൾസ് ആൻഡ് യൂസസ് ഓഫ് പാസീവ് മൂവ്മെൻറ്റ്. Passive movement maintain joint and connective tissue mobility. Passive movement maintain physiological properties of muscle, that is extensibility, elasticity, etc., and minimize the formation of contraction. Then passive movement assists circulation and enhances synovial movement and diffusion of material in the joints. മീൻസ് ജോയിൻസിലൊക്കെ ഉണ്ടാകുന്ന ഡിഫ്യൂഷൻസും അതുപോലെ തന്നെ ജോയിന്റ് മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ ഒരു മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് ജോയിൻസിന് കൂടുതൽ ജോയിൻസിൻ്റെ പ്രോപ്പർട്ടീസിനെ കീപ്പ് ചെയ്യാനും അത് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കും. പാസീവ് മൂവ്മെൻറ്റ് മെയിൻറ്റെയിൻ റേഞ്ച് ഓഫ് മോഷൻ ആൻഡ് പ്രിവെൻറ്റ് ഫോർമേഷൻ ഓഫ് അഡ്ഹഷൻ. നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ജോയിൻസിലൊക്കെ കെട്ടിക്കിടക്കുന്ന ഈ ഒരു ഫ്ലൂയിഡൊക്കെ ചിലപ്പോൾ സോളിഡിഫൈ ചെയ്തിട്ട് നമ്മളെ മൂവ്മെൻറ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഇതിനെയാണ് നമ്മൾ അഡ്ഹഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ജോയിൻറ്റുകളൊക്കെ മൂവ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അഡ്ഹഷൻ, അങ്ങനെ ഒരു അഡ്ഹഷൻ ഫോർമേഷൻ അത് പ്രിവെൻറ്റ് ചെയ്യും. പാസീവ് മൂവ്മെൻറ്റ് മെയിൻറ്റെയിൻ ദ പേഷ്യൻസ് അവെയർനെസ് ഓഫ് മൂവ്മെൻറ്റ് ബൈ സ്റ്റിമുലേറ്റിംഗ് കൈനസ്തെറ്റിക് റിസപ്റ്റേഴ്സ്. നമുക്കറിയാം നമ്മുടെ ജോയിൻസിലൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള റിസപ്റ്റേഴ്സ് ഉണ്ട്, കൈനസ്തെറ്റിക് റിസപ്റ്റേഴ്സ് എന്നാണ് അതിനെ പറയാം. അപ്പോൾ ആ കൈനസ്തെറ്റിക് റിസപ്റ്റേഴ്സിനെയൊക്കെ ഇത് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് നമുക്ക് മൂവ്മെൻറ്റിനെ പറ്റിയുള്ളൊരു അവബോധം അത് ഉണ്ടാക്കും. ആൻഡ് ഓൾസോ പാസീവ് മൂവ്മെൻറ്റ് ഡിക്രീസസ് ഓർ ഇൻഹിബിറ്റ് പെയിൻ. നമുക്കറിയാം നമ്മുടെ പെയിന് അറൈസ് ചെയ്യുന്നത് നമ്മുടെ ഇങ്ങനത്തെ ഈ സോഫ്റ്റ് ടിഷ്യൂസിലും അതുപോലെ തന്നെ ജോയിൻസിലൊക്കെ കെട്ടിക്കിടക്കുന്ന നോസിസെപ്റ്റീവ് കെമിക്കൽസ് ഉണ്ട്. അപ്പോൾ ഈ കെമിക്കൽസൊക്കെ അവിടെ കെട്ടിക്കിടക്കുമ്പോഴാണ് ഈ വേദന ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനത്തെ വേദനകളൊക്കെ നമുക്ക് പാസീവ് മൂവ്മെൻറ്റിലൂടെ സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ കെമിക്കൽസൊക്കെ അവിടുന്ന് നീക്കം ചെയ്യപ്പെടും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പെയിന് റിഡ്യൂസ് ചെയ്യാനും പറ്റും. The next is precautions and contraindications of passive movement. Passive movement never do immediate after acute tears, fractures and surgery. അതായത് സർജറി കഴിഞ്ഞ ഉടനെയോ അല്ലെങ്കിൽ ഫ്രാക്ചർ സംഭവിച്ച ഉടനെ, അതുപോലെ തന്നെ അക്യൂട്ട് ടിയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലിഗമെന്റ് ടിയർ ആവാം, മസിൽ ടിയർ ആവാം. ഇതൊക്കെ സംഭവിച്ച ഉടനെ പാസീവ് മൂവ്മെന്റ് ചെയ്യാൻ പാടില്ല. അത് ഈ ഒരു ഇഞ്ചുറിയെ വേഴ്സൺ ചെയ്യും. ദെൻ പാസീവ് മൂവ്മെന്റ് നെവർ ഡു ടു മച്ച് എഫ്യൂഷൻ ഓർ സ്വെല്ലിങ്സ്. എഫ്യൂഷനും സ്വെല്ലിങ്ങും ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ആണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കോംപ്ലിക്കേഷൻസ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സമയങ്ങളിലൊന്നും പാസീവ് മൂവ്മെൻറ്റ് നമ്മൾ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ സിവിയർ ഷാർപ്പ് ആൻഡ് അക്യൂട്ട് ജോയിൻറ്റ് പെയിൻ. അക്യൂട്ട് ജോയിൻറ്റ് പെയിനിൽ എന്താണ് പെയിൻ്റെ റീസൺ എന്നറിയാതെ ഒരിക്കലും നമ്മൾ പാസീവ് മൂവ്മെൻറ്റ് ചെയ്യരുത്. വെൻ മോഷൻ ഡിസ്ട്രപ്റ്റീവ് ടു ദ ഹീലിംഗ് പ്രോസസ്. നമ്മൾ ഈ മോഷന് ഫോർ എക്സാമ്പിൾ ജോയിൻറ്റ് ഫ്രാക്ചറൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ബോണി ഫ്രാക്ചറൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ മൂവ് ചെയ്യുന്ന സമയത്ത് അത് ഹീലിങ്ങിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ സമയത്ത് നമ്മൾ ഈ മൂവ്മെൻറ്റ് പാസീവ് മൂവ്മെൻറ്റ് കൊടുക്കരുത്. വെൻ ബോണി ബ്ലോക്സ് ലിമിറ്റ്സ് ജോയിൻറ്റ് മോഷൻസ്. നമ്മുടെ ഈ ബോണി ബ്ലോക്ക് മീൻസ് നമ്മളെ ബോൺ ടു ബോൺ
അപ്രോക്സിമേഷൻ വരുമ്പോൾ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഒരിക്കലും ഒരു പാസീവായിട്ട് ഫോഴ്സ് കൊടുത്തുകൊണ്ട് ചെയ്യരുത്, സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറി സംഭവിക്കും. അതുപോലെ തന്നെ അക്യൂട്ട് ഇൻഫെക്ഷൻ ആൻഡ് അറൗണ്ട് ദ ജോയിൻറ്റ്സ്, ആർത്രൈറ്റിസ് എന്ന് പറയും. അപ്പോൾ ഈ അക്യൂട്ട് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ ഇൻഫെക്ഷനെ സബ്സൈഡ് ചെയ്യാതെ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ നമ്മൾ പാസീവ് മൂവ്മെൻറ്റ് കൊടുക്കരുത്. ഇൻ കേസ് ഓഫ് ഇൻക്രീസ്ഡ് ജോയിൻറ്റ്സ്, ഹൈപ്പർ മൊബിലിറ്റി ഓർ ഹെമറ്റോമ. ഹെമറ്റോമ മീൻസ് ബ്ലഡ് ക്ലോട്ടാണ്. അങ്ങനെയുള്ള സമയങ്ങളിൽ ഹൈപ്പർ മൊബിലിറ്റിയോ ഹെമറ്റോമയൊക്കെ ഉള്ള സമയത്ത് നമ്മളിത് ഈ പാസീവ് മൂവ്മെൻറ്റ് കൊടുക്കരുത്, അത് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് പ്രിക്കോഷൻസ് ആൻഡ് കോൺട്രാഇൻഡിക്കേഷൻസ് ഓഫ് പാസീവ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. പാസീവ് മൂവ്മെൻറ്റിനെ പ്രധാനമായിട്ട് 3 ക്ലാസിഫൈ ചെയ്യാം. റിലാക്സ്ഡ് പാസീവ് മൂവ്മെൻറ്റ് ഇൻക്ലൂഡിംഗ് അസസറി മൂവ്മെൻറ്റ്സ്, ഫോഴ്സ്ഡ് പാസീവ് മൂവ്മെൻറ്റ്സ് ആൻഡ് കണ്ടിന്യൂസ് passive movements. Relaxed passive movements. These are movements performed accurately, rhythmically and smoothly by the physiotherapist through available range of motion. അതായത് ഒരു പേഷ്യൻ്റ്, ഒരു ക്ലയൻറ്റിന് 3 ക്രൈറ്റീരിയ എന്തായിരിക്കണം? ആക്യുറേറ്റ് ആയിരിക്കണം, റിതമിക് ആയിരിക്കണം, സ്മൂത്ത് ആയിരിക്കണം. ഈ 3 ക്രൈറ്റീരിയ വെച്ച് ഈ ക്രൈറ്റീരിയയിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ചെയ്തു കൊടുക്കുന്ന മൂവ്മെൻറ്റ്സിനെയാണ്. ആ മൂവ്മെൻറ്റ്സ് ചെയ്തു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവൈലബിൾ റേഞ്ച് ഓഫ് മോഷനിലായിരിക്കണം. അതായത് ക്ലയൻറ്റിന് എത്രയാണോ റേഞ്ച് ഓഫ് മോഷൻ, ജോയിൻറ്റ് റേഞ്ച് ഓഫ് മോഷൻ ഉള്ളത്, ആ റേഞ്ച് ഓഫ് മോഷനിലായിരിക്കണം ഫിസിയോതെറാപ്പിസ്റ്റ് മൂവ് ചെയ്യേണ്ടത്. അങ്ങനെയെങ്കിൽ അതിനെ നമ്മൾ റിലാക്സ്ഡ് പാസീവ് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നു. ദി മൂവ്മെൻറ്റ്സ് ആർ പെർഫോംഡ് ഇൻ ദ സെയിം റേഞ്ച് ആൻഡ് ഡയറക്ഷൻ ആസ് ആക്റ്റീവ് മൂവ്മെൻറ്റ്. ആക്റ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷനിലായിരിക്കണം, അതുപോലെ തന്നെ അതിൻ്റെ റേഞ്ചിലുമായിരിക്കണം ഈ മൂവ്മെൻറ്റുകൾ പെർഫോം ചെയ്യേണ്ടത്. ദെൻ ദ മൂവ്മെൻറ്റ് ഷുഡ് ബി വിത്തിൻ ദ ലിമിറ്റ്സ് ഓഫ് പെയിൻ. പെയിൻ മീൻസ് പേഷ്യൻ്റ് ഒരിക്കലും പെയിൻ അറൈസ് ചെയ്യാൻ പാടില്ല ഈ മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ. പ്രിൻസിപ്പിൾസ് ഓഫ് റിലാക്സ്ഡ് പാസീവ് മൂവ്മെൻറ്റ് ആർ: ഫസ്റ്റ് റിലാക്സേഷൻ, ദെൻ ഫിക്സേഷൻ, സപ്പോർട്ട്, ട്രാക്ഷൻ, റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ്, സ്പീഡ് ആൻഡ് ഡ്യൂറേഷൻ. അതിൽ റിലാക്സേഷനിൽ ദ സെലക്ഷൻ ഓഫ് എ സ്യൂട്ടബിൾ സ്റ്റാർട്ടിംഗ് പൊസിഷൻ എൻഷുർ കംഫർട്ട് ആൻഡ് സപ്പോർട്ട് ഫോർ ബോത്ത് പേഷ്യൻസ് ആൻഡ് ഫിസിയോതെറാപ്പിസ്റ്റ് ത്രൂ ദ മൂവ്മെൻറ്റ്സ്. അപ്പോൾ അതുകൊണ്ട് റിലാക്സേഷൻ എൻഷുർ ചെയ്യണം ക്ലയൻസിന്. അതുപോലെ തന്നെ ഈ റിലാക്സേഷൻ എപ്പോഴും ഫിസിയോതെറാപ്പിസ്റ്റിനും ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പൊസിഷൻ അഡോപ്റ്റ് ചെയ്യണം. ദെൻ 2 ഫിക്സേഷനാണ്. ഫിക്സേഷൻ എന്ന് പറയുമ്പോൾ ഗുഡ് ഫിക്സേഷൻ ഫോർ ദ പ്രോക്സിമൽ ആൻഡ് ഡിസ്റ്റൽ ജോയിൻറ്റ് ബൈ ദ ഫിസിയോതെറാപ്പിസ്റ്റ് ടു എൻഷുർ ദാറ്റ് ദ മൂവ്മെൻറ്റ് ഈസ് ലോക്കലൈസ്ഡ് ടു ദ മൂവബിൾ ജോയിൻറ്റ്. അതായത് നമ്മൾ പ്രോക്സിമൽ ഡിസ്റ്റൽ ഫിക്സ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഏത് ജോയിൻറ്റിലാണോ ഇത് കൊടുക്കുന്നത് ആ ജോയിൻറ്റിൽ മാത്രം ആ ഒരു മൂവ്മെൻറ്റ് ലോക്കലൈസ് ചെയ്യുള്ളൂ. ദെൻ നെക്സ്റ്റ് ഈസ് സപ്പോർട്ട്. സപ്പോർട്ട് മീൻസ് ഫുൾ ആൻഡ് കംഫർട്ടബിൾ സപ്പോർട്ട് ഈസ് ഗിവൻ ടു ദ പാർട്ട് ടു ബി മൂവ്ഡ് സോ ദാറ്റ് ദ പേഷ്യൻ്റ് ഹാസ് കോൺഫിഡൻസ് ആൻഡ് വിൽ റിമെയിൻ റിലാക്സ്ഡ്. അപ്പോൾ പ്രോപ്പർ സപ്പോർട്ട് കൊടുത്തെങ്കിൽ മാത്രമേ റിലാക്സേഷൻ കിട്ടൂ. അതുകൊണ്ട് നമ്മൾ ഏത് ഭാഗത്താണോ മൂവ്മെൻറ്റ് കൊടുക്കുന്നത് അവിടെ പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്യണം. ദെൻ ട്രാക്ഷൻ, ദ ഫിക്സേഷൻ ഓഫ് ദ ബോൺ പ്രോക്സിമൽ ടു ദ ജോയിൻറ്റ് പ്രൊവൈഡിങ് ആൻഡ് ഒപ്പോസിങ് ഫോഴ്സ് ടു സസ്റ്റെയിൻഡ് പുൾ ഓൺ ദ ഡിസ്റ്റൽ ബോൺ. മീൻസ് നമ്മൾ ഒരു ഇത്തിരി ജോയിൻറ്റിൽ ഒരു ചെറിയ ട്രാക്ഷൻ കൊടുക്കണം. ട്രാക്ഷൻ കൊടുത്തെങ്കിൽ മാത്രമേ അവിടുത്തെ പൊസിഷൻ സെൻസും അതുപോലതൊക്കെ എലിസിറ്റ് ചെയ്തിട്ട് അവിടെ പ്രോപ്പറായിട്ട് റിലാക്സേഷൻ കിട്ടും. സെയിം ടൈം ട്രാക്ഷൻ നമ്മളുടെ ഇൻ്റർ ആർട്ടിക്കുലർ ഫ്രിക്ഷനെ റിഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ 2 ഫംഗ്ഷനും കൂടെ നമ്മൾക്ക് അല്ലെങ്കിൽ ഈ ഒരു ട്രാക്ഷൻ കൊടുക്കുമ്പോൾ ഈ 2 കാര്യം കൂടെ നമുക്ക് ഈ പ്രോപ്പർ പാസീവ് മൂവ്മെൻറ്റ് റിലാക്സ്ഡ് പാസീവ് മൂവ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് കൂടുതൽ ഹെൽപ്ഫുള്ളാണ്. ദെൻ റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ്. The range of movement is done in painless range to avoid spasm in the surrounding muscles. നമുക്കറിയാം, നമുക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് പെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ ബലം പിടിക്കും. അതെന്താ വെച്ചാൽ ഒരു മസിൽ റെസ്പോൺസ് ആണ്. അപ്പോൾ ഒരിക്കലും തന്നെ റിലാക്സ്ഡ് പാസീവ് മൂവ്മെൻറ്റ് റിലാക്സ്ഡ് പൊസിഷനിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പെയിൻ അറൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പാസീവ് മൂവ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. മസിലിൽ സ്പാസം വരും, അത് നമുക്ക് പ്രോപ്പറായിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടില്ല. ദെൻ നെക്സ്റ്റ് ഈസ് സ്പീഡ് ആൻഡ് ഡ്യൂറേഷൻ. As it is essential that relaxation is maintained throughout the movement, the speed must be slow and rhythmical. Slow rhythmic movement കൊടുക്കുമ്പോൾ മാത്രമേ പ്രോപ്പർ റിലാക്സേഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ വിത്ത് സ്യൂട്ടബിൾ റെപ്പറ്റീഷൻ ഓഫ് ദ മൂവ്മെൻറ്റ് ഷുഡ് ബി എൻഷുർ.
നമ്മൾ റെപ്പറ്റീഷനും കൂടെ അതിലൊരു ഫാക്ടറാണ്. അപ്പോൾ ഒരു സ്മൂത്ത് ആയിരിക്കണം, അതുപോലെ റിതമിക് ആയിരിക്കണം, പിന്നെ വിത്ത് സ്യൂട്ടബിൾ റെപ്പറ്റീഷൻ ഓഫ് ദ മൂവ്മെൻറ്റ് ഷുഡ് ബി എൻഷുർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള റിലാക്സേഷൻ അറ്റൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ പ്രിൻസിപ്പിൾസ് ഓഫ് റിലാക്സേഷൻ എന്ന് പറയുന്നത്. റിലാക്സ്ഡ് പാസീവ് മൂവ്മെൻറ്റിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾസ്. അതിൽ ഫസ്റ്റ് റിലാക്സേഷൻ തന്നെ, ദെൻ ഫിക്സേഷൻ, സപ്പോർട്ട്, ട്രാക്ഷൻ, റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ് ആൻഡ് സ്പീഡ് ആൻഡ് ഡ്യൂറേഷൻ. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു സ്ട്രോക്ക് പേഷ്യൻറ്റിൽ പാസീവ് മൂവ്മെൻറ്റ് ചെയ്യുന്നത് എന്ന് കാണാം. I request all of you watch this video very carefully. These are some important points to note while doing passive movement. All of you read this slide. Next is forced passive movement. What are the main difference between passive movement and forced passive movement? ഫോഴ്സ്ഡ് പാസീവ് മൂവ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട എയിം റേഞ്ച് ഓഫ് മോഷൻ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം പാസീവ് മൂവ്മെൻറ്റിൽ നമ്മൾ എല്ലാ ജോയിൻറ്റിനെയും അതിൻ്റെ റേഞ്ച് ഓഫ് മൂവ്മെൻറ്റിൽ ചെയ്യുന്നു, അതിന് അവൈലബിൾ ആയിട്ടുള്ള റേഞ്ച് ഓഫ് മൂവ്മെൻറ്റിൽ ചെയ്യുന്നു എന്നതിലുപരി ഫോഴ്സ്ഡ് പാസീവ് മൂവ്മെൻ്റ് ആകുമ്പോൾ അതിൻ്റെ എൻഡ് റേഞ്ചിൽ മീൻസ് നമുക്ക് ഫുൾ റേഞ്ച് ഓഫ് മോഷൻ അറ്റൈൻ ചെയ്യുന്നില്ലെങ്കിൽ ആ എത്രയാണോ അറ്റൈൻ ചെയ്യുന്നത് അവിടുന്ന് അങ്ങോട്ട് അല്പം ഫോഴ്സ് എക്സേർട്ട് ചെയ്തുകൊണ്ട് ആ റേഞ്ച് ഓഫ് മോഷനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു. ഇതിനാണ് നമ്മൾ ഫോഴ്സ്ഡ് പാസീവ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫോഴ്സ്ഡ് പാസീവ് മൂവ്മെൻറ്റ് സാധാരണ പാസീവ് മൂവ്മെൻറ്റിൽ നിന്നും കുറച്ചും കൂടെ എക്സ്പെർട്ടൈസ് ആവശ്യമുള്ള ഒരു പാസീവ് മൂവ്മെൻറ്റാണ്. കാരണം നമ്മൾക്കറിയാം ഒരു എൻഡ് റേഞ്ചിലൊരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ മസിൽസ് റിലാക്സ്ഡ് ആയിരിക്കണം. റിലാക്സ്ഡ് അല്ലാതിരുന്നാൽ മസിൽ ഇഞ്ചുറി സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സറൗണ്ടിങ് സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറീസും വരും. അതുകൊണ്ട് തന്നെ പേഷ്യൻസിൽ ഈ മൂവ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് കംപ്ലീറ്റ് റിലാക്സേഷൻ എൻഷുർ ചെയ്യണം. അതുപോലെ തന്നെ ഫോഴ്സ് വളരെ ആക്യുറേറ്റ് ആയിട്ട് കൊടുക്കണം. അതല്ലെങ്കിൽ ഫോഴ്സ് എക്സേർട്ടായി പോയാൽ ഈവൻ ബോൺ ഫ്രാക്ചർ വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല എക്സ്പേർട്ടായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ
ഫോഴ്സ്ഡ് പാസീവ് മൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഫോഴ്സ്ഡ് പാസീവ് മൂവ്മെൻറ്റ് ചെയ്യുന്നതോടുകൂടെ നമ്മൾ നോർമൽ റേഞ്ച് ഓഫ് മോഷൻ അറ്റൈൻ ചെയ്യുന്നു. മീൻസ് റെസ്ട്രിക്റ്റഡ് റേഞ്ച് ഓഫ് മോഷൻ ഉള്ള ഒരാൾക്ക് നോർമൽ റേഞ്ച് ഓഫ് മോഷൻ അറ്റൈൻ ചെയ്യാൻ വേണ്ടി ഫോഴ്സ്ഡ് പാസീവ് മൂവ്മെൻറ്റ് സഹായിക്കുന്നു. നെക്സ്റ്റ് ഈസ് കണ്ടിന്യൂസ് പാസീവ് മോഷൻ. കണ്ടിന്യൂസിനെ മെക്കാനിക്കൽ പാസീവ് മൂവ്മെൻറ്റ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ മെക്കാനിക്കൽ പാസീവ് മൂവ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മെഷീൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കണ്ടിന്യൂസ് പാസീവ് മോഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ മെഷീനിൽ കൃത്യമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, ഒരു മിനിറ്റിൽ എത്ര തവണ ചെയ്യണം, ഒരു ദിവസം എത്ര റിപ്പീറ്റ് ആയിട്ട് ഇത് ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പോൾ മെഷീൻ അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മൂവ്മെൻറ്റ്സ് ആ മെഷീൻ ചെയ്തോളും. അപ്പോൾ ഇതിനാണ് കണ്ടിന്യൂസ് പാസീവ് മോഷൻ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള ഒരു വീഡിയോ കാണുമ്പോൾ ഇത് കൂടുതൽ വ്യക്തമാകും. Hi, I'm going to do a brief demonstration of the constant passive motion machine. And passive means that the machine's going to do all the work for you. So this is the machine. Adam here will be our patient for the demonstration. Right now, I have his foot in the machine. His heel is securely against the plate. I will Velcro him in. I've checked all the knobs, made sure everything is nice and tight, that his knee is aligned properly, and he's comfortably in the machine. This is the control of the machine. I'm going to start it up. We usually start it with 0 to 60. I'll press the start button. He should slowly start to bend to approximately 60 degrees. You feel fairly comfortable, Adam? Yep. Very good. And the patient will be asked several times about the comfort and the security in this machine. He's almost at the 60 now, still feeling and looking aligned properly. Now he's slowly going to extend the leg or go back down into the straight position. And the machine, as you can see, is doing all the work. When you are in the machine, if you have any increased pain or it feels a little bit uncomfortable, you are allowed to have the controls. There is a stop sign on the control. You would want to stop the machine in the extended position. You'll be in this machine twice a day, once in the morning for about an hour and once in the evening for about an hour. It will help to make sure that you're comfortable at all times. കണ്ടിന്യൂസ് പാസീവ് മൂവ്മെൻറ്റ് എന്താണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലായല്ലോ അല്ലേ? പാസീവ് മൂവ്മെൻറ്റിൻ്റെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ പാസീവ് മൂവ്മെൻറ്റിനെ പ്രധാനമായിട്ട് നമുക്ക് 3 തരത്തിലുള്ള പാസീവ് മൂവ്മെൻറ്റ് ഉണ്ട്. റിലാക്സ്ഡ് പാസീവ് മൂവ്മെൻറ്റ് വിത്ത് അസസറി മൂവ്മെൻറ്റ്സ് ആൻഡ് ഫോഴ്സ്ഡ് പാസീവ് മൂവ്മെൻറ്റ് ആൻഡ് കണ്ടിന്യൂസ് പാസീവ് മൂവ്മെൻറ്റ്. ഇനി ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കുക, നോട്ട് പ്രിപ്പയർ ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.